ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേരള PSC പ്രൊഫൈലിൽ എങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാമെന്നതാണ്. കേരള PSCയുടെ വിവിധ തസ്തികയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഓരോ പർട്ടിക്കുലർ പോസ്റ്റിലേക്കുമുള്ള എക്സാം PSC പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുള്ള ഉറപ്പിക്കലിനെയാണ് കൺഫർമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമ്മൾ ആ ഒരു എക്സാം എഴുതാൻ തയ്യാറാണെന്ന് PSCക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ. കൺഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ നമുക്ക് ആ ഒരു എക്സാം എഴുതാൻ സാധിക്കുകയില്ല. സപ്പോസ് PSC പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ എക്സാം എഴുതുവാൻ പറ്റില്ല, അതല്ല നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടതില്ല. കൺഫർമേഷൻ കൊടുത്തില്ല എന്ന് കരുതി നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആവത്തൊന്നുമില്ല. കൺഫർമേഷൻ കൊടുത്തിട്ടും എക്സാം എഴുതാൻ പോവാതിരുന്നാൽ മാത്രമേ ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആവുകയുള്ളൂ. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സപ്പോസ് എന്തെങ്കിലും ഒരു എമർജൻസി മൂലം പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എങ്കിൽ ഒരുപക്ഷെ പ്രൊഫൈൽ ബ്ലോക്ക് ആയേക്കാം. അങ്ങനെയാണെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. സോ ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം കേരള PSC തുളസി ലോഗിൻ സെർച്ച് ചെയ്യുക. കേരള PSCയുടെ വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. കേരള PSC വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്യുക. നമ്മുടെ രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ പേജ് ആണിത്. ഇവിടെ നമ്മുടെ യൂസർ ID, പാസ്വേഡ് എന്നിവ തെറ്റുകൂടാതെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. ശേഷം അവിടെ കൊടുത്തിട്ടുള്ള ആക്സസ് കോഡ് തെറ്റാതെ അവിടെ കൊടുത്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ഇനി നമുക്കിത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺഫർമേഷൻ എന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. കൺഫർമേഷൻ ബോക്സിന് തൊട്ട് മുകളിലായി 1 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം ഒരു പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് എന്നാണ്. ഇനി കൺഫർമേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ഏത് പോസ്റ്റിലേക്കാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടതെന്നിവിടെ കൃത്യമായി കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കൺഫേം നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള പേജ്. എക്സാമിനേഷൻ ഡേറ്റ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായി പോസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം, താലൂക്ക് സെലക്ട് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ആലപ്പുഴയാണ് സെലക്ട് ചെയ്തത്. താലൂക്ക് ചേർത്തല താലൂക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തൊട്ട് താഴെയായി ഒരു ബോക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബോക്സിൽ പറയുന്നത് ദ ഓപ്റ്റഡ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ആൻഡ് താലൂക്ക് ഓർ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ആപ്ലിക്കബിൾ ഫോർ ഓൾ ദി കാറ്റഗറീസ് വിച്ച് കം അണ്ടർ ദിസ് കോമൺ ടെസ്റ്റ്. ഈ ഒരു കോമൺ ടെസ്റ്റിന് കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ സെയിം ഡിസ്ട്രിക്റ്റ്, സെയിം താലൂക്ക്, സെയിം മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിത് ഓക്കെ കൊടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ 3 ഓപ്ഷൻ ആയിരിക്കും വരുന്നത്: മലയാളം, തമിഴ്, കന്നഡ. ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിന് തൊട്ട് താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഒരു തവണ നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ തിരുത്തലൊന്നും വരുത്തുവാൻ കഴിയില്ല. ഇതിന് തൊട്ട് താഴെയായി സെൻഡ് OTP എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരു OTP നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കോ ഇമെയിൽ IDയിലേക്കോ വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുക. അതിലൊരു 6 ഡിജിറ്റ് ആയിട്ടുള്ള OTP വന്നിട്ടുണ്ടാവും. ആ വന്ന OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് OTP ലഭിച്ചിട്ടുണ്ട്. 6 ഡിജിറ്റ് OTP തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ടിക്ക് ദ ഡിക്ലറേഷൻ ആൻഡ് പ്രസ് ദി സബ്മിറ്റ് കൺഫർമേഷൻ ബട്ടൺ ടു പ്രൊസീഡ് എന്നാണ്.
താഴെ തന്നിട്ടുള്ള ഡിക്ലറേഷൻ വായിച്ച് അതിന് നേരെയുള്ള കുഞ്ഞ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ടിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് വിത്ത് സബ്മിഷൻ ഓഫ് യുവർ കൺഫർമേഷൻ ഫോർ റൈറ്റിംഗ് എക്സാമിനേഷൻ ഫോർ കാറ്റഗറി നമ്പർ വരും. അതിൽ ഓക്കെ കൊടുക്കുക. ദെൻ കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതും ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൺഫർമേഷൻ റിസീവ്ഡ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ, നെയിം ഓഫ് പോസ്റ്റ്, റിസീവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. കൺഫർമേഷൻ റിസീവ് ചെയ്ത ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്റ്റ് ചെയ്ത ലാംഗ്വേജും നമ്മൾ സെലക്ട് ചെയ്ത ഡിസ്ട്രിക്റ്റും ഈ ബോക്സിൽ കാണാവുന്നതാണ്. തുടർന്ന് നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും കൺഫർമേഷൻ റിസീവ്ഡ് എന്ന ഒരു മെസ്സേജ് വരുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ വരണമെന്നില്ല. നമ്മളിവിടെ നമ്മൾ പ്രൊഫൈലിൽ കൺഫർമേഷൻ കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ മെസ്സേജ് വരുന്നത്. വന്നാലും വന്നില്ലെങ്കിലും പ്രൊഫൈലിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ റിസീവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്. ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.